വനംവകുപ്പ് അന്യായമായി പിടിച്ചെടുത്ത കൃഷിഭൂമി വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് വയനാട്ടിലെ കാഞ്ഞിരത്തിനാൽ കുടുംബം നടത്തുന്ന പോരാട്ടം 50 വർഷങ്ങൾ പിന്നിടുകയാണ്. കഴിഞ്ഞ 11 വർഷമായി കാഞ്ഞിരത്തിനാൽ ജെയിംസ് വയനാട് കളക്ടറേറ്റിന് മുന്നിൽ സമരം തുടരുകയുമാണ്. വിഷയത്തിൽ അടിയന്തരമായി ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ജില്ലാ കളക്ടർ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വില കൊടുത്തു വാങ്ങിയ ഭൂമിക്കായി അരനൂറ്റാണ്ട് കാലത്തെ നിയമ പോരാട്ടം. വയനാട് തൊണ്ടർനാട്ടെ കാഞ്ഞിരത്തിനാൽ കുടുംബമാണ് കഴിഞ്ഞ 50 വർഷമായി 12 ഏക്കർ ഭൂമിക്കായി പോരാട്ടം നടത്തുന്നത്. 1976 ജൂലൈയിലാണ് നിക്ഷിപ്ത വനം എന്ന പേരിൽ വനം വകുപ്പ് ഇവരുടെ ഭൂമി പിടിച്ചെടുത്തത്. ആദ്യഘട്ടത്തിൽ പോരാടിയ കാഞ്ഞിരത്തിനാൽ ജോർജ് ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ മരുമകൻ ജെയിംസ് കഴിഞ്ഞ 11 വർഷമായി വയനാട് കലക്ടറേറ്റിന് മുന്നിൽ സമരം നടത്തുകയാണ്. പലതവണ പല അന്വേഷണ റിപ്പോർട്ടുകൾ വന്ന എല്ലാം ഈ കുടുംബത്തിന് അനുകൂലമായിരുന്നു. പക്ഷേ ഇപ്പോഴും പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല. ജെയിംസ് ഏട്ടാ, അതിപ്പോൾ വനം വകുപ്പിന് തെറ്റുപറ്റിയതാണ്, ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശി നിങ്ങളാന്നുള്ള കാര്യത്തിൽ സർക്കാരിനോ ഒരു വകുപ്പുകൾക്കോ സംശയമില്ല. പക്ഷേ എന്നിട്ടും എന്താണിത് പരിഹാരം? അതെ, പരിഹാരം അവർ പറയുന്നത് അവർക്ക് പകരം ഭൂമി കൊടുക്കാമെന്ന് ഗവൺമെൻറ് പറയുന്നുണ്ട്. അത് നിയമ തടസ്സം വീണ്ടും വരും. അത് കോടതിയെ അറിയിക്കണം ഗവൺമെൻറ്. പകരം ഭൂമിയല്ല, എന്ത് കൊടുക്കുവാണെങ്കിലും ജുഡീഷ്യറിയുടെ ഈ വിധി നിൽക്കുന്നുണ്ട്. അതാണ് പ്രശ്നം. ഇത് അനാവശ്യമായി വാങ്ങിയ വിധിയാണ് വനംവകുപ്പ്. യഥാർത്ഥത്തിൽ ഈ നേരത്തെയുള്ള ട്രിബ്യൂണൽ വിധിയിലും ഈ കേസിലും വനം വകുപ്പിന്റെ അവകാശവാദത്തിലും ഒക്കെ പറയുന്നത് നിങ്ങളുടെ ഭൂമിയെ അല്ല എന്നുള്ളതാണല്ലോ നിങ്ങൾ ആദ്യം തൊട്ട് പറയുന്നത്. ഈ വിധിയിൽ പറയുന്നത് ഇയാൾ 67 വാങ്ങിയ ഭൂമി 71 ആക്ട് പ്രകാരം ഏറ്റെടുത്ത ഭൂമിയിൽ ഉൾപ്പെട്ടു എന്നാണ് കോടതി പറയുന്നത്. അതിൻ്റെ ആ ഭൂമി അതല്ല എന്ന് തെളിയുന്ന സാധനമാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ സബ് ഡിവിഷൻ സ്റ്റേറ്റ്മെന്റ്. അതായത് അവിടെ തന്നെയുള്ള മറ്റൊരു 12 ഏക്കർ ഭൂമിക്ക് പകരമാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ ഭൂമി വനമാക്കി പിടിച്ചു വെച്ചത്. അതാണ് ഈ കാണുന്ന ഏറ്റവും വലിയ റെക്കോർഡിന്റെ തെളിവ്. അതാണ് ഈ 12/7/76. ഇപ്പോൾ പലതവണ സബ് കളക്ടർമാരും കളക്ടർമാരും ഒക്കെ അന്വേഷിച്ചിട്ടും ഇത് തന്നെയല്ലേ റിപ്പോർട്ട്? എല്ലാ റിപ്പോർട്ടുകളും ഒരേ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഒരാളുടെയും റിപ്പോർട്ടിൽ മാറ്റമില്ല. എല്ലാം നിങ്ങൾക്ക് അനുകൂലം? അതെ, എല്ലാം അനുകൂലമാണ്. അനുകൂലമല്ല, അവർ സത്യമാണ് എഴുതിയിരിക്കുന്നത്. പകരം ഭൂമി നമ്മൾ അംഗീകരിക്കില്ല എന്ന് ആദ്യമേ പറയുന്നുണ്ട്. നമ്മൾ ആ ഭൂമിയുടെ വില നിങ്ങൾക്ക് തരാമെന്ന് ഇവർ പറയുന്നുണ്ട്. ആ വില തരുന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായി ഗവൺമെൻറ്റിനോട് പറയുന്നുണ്ട് അത് കോടതിയിൽ നിന്ന് അനുവാദം മേടിച്ച് കോടതിയെ അറിയിക്കണം. എന്നുവെച്ചാൽ ഹൈക്കോടതിയിലടക്കം ഈ കേസിൽ ഒരു ആൾമാറാട്ടം നടന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സീല്. ഇടതുമുന്നണി സർക്കാർ 10 വർഷം ഭരിച്ച് ഇപ്പോൾ ഒരു പുതിയ സർക്കാർ വന്നു. ഇനിയിപ്പോൾ ഈ സർക്കാരിൽ നിന്നൊരു അനുകൂലമായ നടപടികൾ? ഈ സർക്കാരിൽ നിന്ന് അനുകൂലമല്ല. ആ ഫയല് പഠിച്ചിട്ട് സത്യം ഇവരുടെ ഭാഗത്തുണ്ടെങ്കിൽ ആ സത്യനീതി അവർ നടപ്പാക്കി തന്നാൽ മതി. ഏത് സർക്കാർ ഇരുന്നാലും നമ്മൾക്ക് പ്രശ്നമല്ല. 11 വർഷം ഇവിടെ ഇരുന്നിട്ടും അദ്ദേഹം പറയുകയാണ് ഞങ്ങൾക്ക് ആരുടെയും ആനുകൂല്യം വേണ്ട എന്ന്. അതാണ് ആ സമരവീര്യം, ആ പോരാട്ട വീര്യം. ഇനിയെങ്കിലും ഇവർക്ക് നീതി നടപ്പാക്കി കൊടുക്കുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യേണ്ടത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.